അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഇസ്മാണ് ബാഖി എന്നത്. ശേഷിക്കുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 113 പരിശുദ്ധ ഖുർആനിൽ ഇത് വന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ മേൽ ഇല്ലാതെയാവുക എന്നതും നശിക്കുക എന്നതും ഒരിക്കലും സംഭവിക്കുകയില്ല. അള്ളാഹു എന്നും നിലനിൽക്കുന്നവനാണ്, ദായിമാണ്. അള്ളാഹുവിൻ്റെ വുജൂദിന്, ഉണ്ടാകലിന് ഒരു മുറിയൽ ഇല്ല. അള്ളാഹു ഇവിടെ ശേഷിക്കലിന് ഒരു അറ്റം ഇല്ല. അള്ളാഹുവിൻ്റെ ഉണ്ടാകൽ എപ്പോഴും നിത്യമാകുന്നു, അത് എന്നും ശേഷിക്കുന്നു. അള്ളാഹു ഖദീമാണ് എന്ന് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തുടക്കമില്ലാത്തവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. തുടക്കമില്ലാത്തവൻ എന്നതിന് അനുബന്ധമായി ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് ബാഖി, അവസാനമില്ലാത്തവൻ എന്ന്. അള്ളാഹു മൗജൂദാണ്. അള്ളാഹു മറ്റൊരു വസ്തു കാരണമായി ഉണ്ടായതല്ല. അള്ളാഹുവിന് തുടക്കവും ഇല്ല എന്ന് വെക്കുമ്പോൾ അള്ളാഹു ഇല്ലാതെയാവുക എന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ മേലിൽ അനുവദനീയം അല്ല. വാജിബുൽ വുജൂദ്, അതാണ് അള്ളാഹു. സ്വന്തം ദാത്തിൻ്റെ മർത്തബയിൽ തന്നെ ഉണ്ടാകൽ നിർബന്ധമായവനാണ്. എന്നാൽ ഉണ്ടാകൽ നിർബന്ധമാവുക എന്നതിനെ നാം വരും കാലത്തിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ അള്ളാഹു ബാഖിയാണ്. കഴിഞ്ഞ കാലത്തിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ അള്ളാഹു ഖദീമാണ്. ബാഖിയാവുക, അവസാനമില്ലാതിരിക്കുക എന്ന അർത്ഥത്തിൽ അബദിയ് എന്നും അതിന് പറയപ്പെടാറുണ്ട്. അള്ളാഹു അബദിയാണ്, എന്നും ഉള്ളവനാണ്. അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് ബാഖി, മറ്റെല്ലാം നശിക്കുന്നതാണ്, അള്ളാഹു മാത്രമാണ് ശേഷിക്കുന്നവൻ എന്ന തിരിച്ചറിവിലേക്കൊരാൾ എത്തിയാൽ അവൻ പിന്നെ എപ്പോഴും അള്ളാഹുവിൻ്റെ ബഖായിലാണ് നോക്കിക്കൊണ്ടിരിക്കുക, ചിന്തിച്ചു കൊണ്ടിരിക്കുക. അവൻ അള്ളാഹുവിൽ ഫനാ ആകുന്നു, അള്ളാഹുവിൽ അവൻ ലയിക്കുന്നു. ബാഖി എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തൽ മഹത്തുക്കൾ പഠിപ്പിച്ചു. നിന്റെ സർവകാര്യങ്ങളിലും അല്ലാഹുവല്ലാത്ത മറ്റൊരു വസ്തുവിനെയും നീ പരിഗണിക്കാതിരിക്കുക. ലോകത്തെ ഏതൊരു വസ്തുവിനും അവസാനമുണ്ട്, നാശം ഉണ്ട് എന്നല്ല, ഈ ലോകത്തിന് തന്നെ നാശമുണ്ട്. ഇല്ലാതെയാവുക എന്ന ഒരു കാര്യം ഒരിക്കലും ഉണ്ടാകാത്തത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ്. ഈ ഒരു തലത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തലാണ് ഈ ഇസ്മുമായി ബന്ധം പുലർത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ. ബാഖി എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് മഹാന്മാർ പറഞ്ഞു, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലിനെ തൊട്ട് നീ തെറ്റാതിരിക്കുക. അതായത് ആ ഇബാദത്തുകൾ മുറിക്കുന്നവനാകരുത്. എപ്പോഴും ഇബാദത്തുകളിൽ നീ ബാഖിയാവുക, ശേഷിക്കുന്നവനാവുക. നിങ്ങൾ ഇബാദത്തിൽ മടിയന്മാരാകുന്നത് വരെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും ഒരിക്കലും നിങ്ങൾക്ക് മുറിയുകയില്ല. നിങ്ങൾ നിങ്ങളുടെ അമലുകളിൽ നിലകൊള്ളുന്ന കാലത്തോളം എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതൊരു അമലുകൾ നീ ചെയ്യുമ്പോഴും നീ അതിൽ ബാഖിയാകലിനെ ഇഷ്ടപ്പെടുന്നവനാവുക. പെട്ടെന്ന് അമല് ചെയ്യുന്നതിൽ നിന്ന് വിരമിക്കണം എന്ന ചിന്തയിൽ നാം ഒരു അമല് ചെയ്യുന്നതിനേക്കാൾ എത്രയോ മേന്മയുള്ളതാണ് ആ അമലിൽ
കുറച്ചു നേരം ബാക്കിയാകണം, ശേഷിക്കണം എന്ന ചിന്തയോടെ ആ അമല് ചെയ്യൽ. ബാക്കി എന്ന ഇസ്മിനെ കൂടുതലായി ചൊല്ലുമ്പോൾ അതിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, നിന്റെ ലുറുകൾ, പ്രയാസങ്ങളും മുഷിപ്പുകളും ടെൻഷനുകളുമൊക്കെ ഇല്ലാതെയാകും. ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ അഭിജദീയത്ത് കണക്ക് പ്രകാരമോ അല്ലെങ്കിൽ 1000 തവണയൊക്കെ ഈ ഇസ്മ ഓതുകയാണെങ്കിൽ തീർച്ചയായും അവൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഇല്ലാതെയാകും. ശത്രുക്കൾ വഴിപ്പെടാൻ വരെ ഈ ഇസ്മ സഹായകമാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.